ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ തന്നെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ കോളേജസ് സ്കൂളിലെല്ലാം പോയിട്ടാണ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതുകൂടാതെ തന്നെ നമുക്ക് ബുക്ക് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. പിന്നെ സ്മാർട്ട് ഫോണും കൂടി വന്നതോടുകൂടി വളരെ എളുപ്പമായി ടിപ്പ് ഓഫ് യുവർ ഫിംഗർ കാര്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഒരു ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെർച്ച് എഞ്ചിനായ ഗൂഗിൾ, MSN അങ്ങനെ പല സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല ഇൻഫർമേഷൻസും ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തത് ഗൂഗിളാണ്. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഇനേബിൾഡ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ChatGPT. അപ്പോൾ നമുക്ക് ChatGPT വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്ക്സാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ChatGPTൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിന്, ടെക്സ്റ്റ് പ്രോംപ്റ്റിന് നമുക്ക് ഒരു ഉത്തരമേ തരും. നമുക്ക് റിസർച്ച് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ChatGPT തന്നെ കണ്ടുപിടിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏത് കാര്യത്തിനെ കുറിച്ചിട്ടും റിസർച്ച് ചെയ്യാനും പഠിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ChatGPT. അപ്പോൾ ChatGPT നമുക്ക് വെബ്സൈറ്റിൽ പോയിട്ട് ChatGPT ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ പോയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം ഫോണിൽ തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPTൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ChatGPT സെർച്ച് ചെയ്യുക. ChatGPT സെർച്ച് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ChatGPT. ഓൾറെഡി ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ലോഗോയാണ് നമ്മളിവിടെ കാണുന്നത്, ChatGPT. അപ്പം ChatGPTൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ തരൂ. അതും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഉത്തരമായിരിക്കും. നമുക്ക് റിസർച്ച് ചെയ്യാനും പഠിക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കൂടെ നമ്മുടെ ഒരു മെൻറ്ററിനെ പോലെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൂളാണ് ChatGPT. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് നെറ്റ്വർക്കിംഗ്? നിങ്ങളുടെ ഏതാണ് സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക് എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വാട്ട് ഈസ് നെറ്റ്വർക്കിംഗ് എന്ന് ചോദിച്ച ഉടനെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് കണക്ടിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ്. വളരെ ഷോർട്ടായിട്ട് തന്നെ നെറ്റ്വർക്കിൻ്റെ എക്സ്പ്ലനേഷനും ഡെഫിനേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടേ ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാം. നമുക്കൊന്ന് വേറൊരു കാര്യം ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് ദ സബ് ടോപ്പിക്സ് ഓഫ് നെറ്റ്വർക്കിംഗ്? അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സബ് ടോപ്പിക്സ് ചോദിച്ച ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം പല ടോപ്പിക്കുകളും നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. അപ്പോൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആവട്ടെ ആ സബ്ജക്റ്റ് കൊടുത്തിട്ട് സബ് ടോപ്പിക്സ് ചോദിക്കുക. ആ സബ് ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുക. അങ്ങനെ ചോദിച്ച് നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് കൂടാതെ നമുക്ക് മൈക്രോഫോൺ വെച്ച് നമുക്ക് വോയിസ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന മൈക്രോഫോൺ ഐക്കൺ നെക്കി കഴിഞ്ഞിട്ട് ക്യാൻ യു ടെൽ മീ ഹൗ ടു പ്രിപ്പയർ ക്രീം പാസ്ത? സ്റ്റോപ്പ് നിൽക്കുക. അതിനുശേഷം ടെക്സ്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പാര നിൽക്കാം. 8 ounces ഓഫ് യുവർ ഫേവറേറ്റ് പാസ്ത, 2 tablespoon ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ മൂന്നാമത് കാണുന്ന ഈ ഒരു ഇയർഫോൺ അല്ലെങ്കിൽ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ സിമ്പിളാണ്. ഇതാണ് കോൺവെർസേഷൻ മോഡ് എന്നാണ് പറയുന്നത്. ഈ കോൺവെർസേഷൻ മോഡ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ലോക്കായാൽ കൂടെ നമുക്ക് ഇതിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോകാം. ഫോർ എക്സാമ്പിൾ, ഞാനിത് കോൺവെർസേഷൻ മോഡ് ഓണാക്കുകയാണ്. Can you tell me what is networking? Certainly. Networking is the practice of connecting computers and other devices to share resources and information. It involves designing, implementing. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വോയിസ് റെസ്പോൺസിൽ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഫോൺ സ്ക്രീന് നോക്കാതെ നമുക്കിതിനോട് കാര്യങ്ങൾ ചോദിച്ച് നമുക്കിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് സ്ക്രീന് നോക്കാതെ നമുക്കിതിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് വേറെ കാര്യങ്ങൾ ചോദിക്കാം. Can you give me 1 week plan for a good diet? Sure, here's a simple 1-week diet plan. Day 1, breakfast, Greek yogurt with berries and a drizzle of honey. Lunch, grilled chicken salad with mixed greens, cherry tomatoes and balsamic. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺവെർസേഷൻ മോഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം കോൺവെർസേഷൻ മോഡ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. എല്ലാം ടെക്സ്റ്റ് രൂപത്തിൽ വരുന്നതാണ്. നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഏത് സമയത്തും നമുക്ക് കോപ്പി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ
സെലക്ട് ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് റീഡ് ലൗഡ് ഇത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ChatGPT വളരെ യൂസ്ഫുൾ ആയിട്ട് ലേണിംഗ് മെത്തേഡ്സിന് വേണ്ടിക്ക് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ക്രീനെ നോക്കിയിട്ടും സ്ക്രീനെ നോക്കാതെ നമുക്കിതിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ യൂസ്ഫുൾ ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.